ഹായ്, നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിൽ റിവേഴ്സ് ലുക്കപ്പ് എന്നുള്ളൊരു ഒരു ഫോർമുലയാണ്. ആക്ച്വലി ഈ റിവേഴ്സ് ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ എക്സലിൽ ഇല്ല, പക്ഷെ നമ്മൾ അതിന് മറ്റ് ഒരു ഫോർമുല ഹെൽപ്പോടു കൂടി റിവേഴ്സ് എന്നുള്ള ഡേറ്റ പുള്ളി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു എംപ്ലോയി ഐ ഡിയുടെ കോളും നെയിം, ഈ എംപ്ലോയി ഐ ഡിയാണ് നമുക്ക് പുള്ളി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എം ഡേറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം എംപ്ലോയി ഐ ഡി പിന്നെ നെയിം, ഈ ഒരു ഫോർമാറ്റാണ് ഇവിടെ ഡേറ്റ കിടക്കുന്നത്. നമുക്ക് ലുക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ നെയിം വെച്ച് ലുക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലുക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റൈറ്റിലോട്ടുള്ള ഡേറ്റ മാത്രമേ പുള്ളി ചെയ്യാൻ പറ്റൂ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലുള്ള ഡേറ്റ ലുക്കപ്പ് വെച്ച് ഒരിക്കലും പുള്ളി ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്കിവിടെ ഇതെങ്ങനെ ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റ പുള്ളി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഈ ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എപ്പോഴും നമുക്ക് ഇത് തന്നെയാണ് കൊടുക്കേണ്ടത്. ടേബിൾ അറേ, ഈ ടേബിൾ അറേ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇവിടെ ഇത് പുള്ളി ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ലുക്കപ്പ് വാല്യൂ അതോ അതായിരിക്കണം ഇവിടുത്തെ ഫസ്റ്റ് കോളം. നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ എംപ്ലോയി അവിടെ പുള്ളി ചെയ്യാൻ പറ്റത്തില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചൂസ് എന്ന് പറയുന്നൊരു ഫോർമുല ഹെൽപ്പ് ചെയ്യാനുള്ള ചൂസ് എന്ന ഫോർമുലയ്ക്കകത്ത് ചൂസ് എന്നുള്ള ഫോർമുല ഇടുക. അതിനുശേഷം നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് രണ്ട് സെറ്റ് ഓഫ് കോളംസാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് കോളംസാണ് അങ്ങോട്ട് ഒരു സെറ്റ് ഓഫ് കോളം പുള്ളിയുണ്ട്. ഇവിടെ ലുക്കപ്പ് വാല്യൂ ഒരു കോളത്തിലും ഡെസ്റ്റിനേഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 കോളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1,2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള കോളംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. നമുക്ക് ആദ്യത്തെ കോളം ലുക്കപ്പ് വാല്യൂ ഉള്ള കോളം ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു. നമുക്ക് വേണ്ട കോളം രണ്ടാം സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കോമ ഇട്ട ശേഷം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഓർഡറിലായിരിക്കണം ഇവിടുത്തെ കോളം ഇൻഡെക്സ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡേറ്റ എടുക്കുന്നത് രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 2 എന്നുള്ള നമ്പർ കൊടുക്കണം, ഇത് 0 കൊടുക്കുക. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്യുന്നു, ചൂസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ 2 കോളത്തിലുള്ള ഡേറ്റയെ ഇൻഡെക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബി എന്നുള്ള കോളത്തിന് ഇവിടെ 1ാമത് കൊണ്ടുപോകുന്നു, എ എന്നുള്ള കോളത്തിന് 2ാമതാണ്. ചൂസ് എന്ന ഫംഗ്ഷൻ വെച്ച് ഇതൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ അറയ്ക്കകത്ത് നിന്നുകൊണ്ട് ഈ ലുക്കപ്പ് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി ഇതിലാവും എൻഡ് ചെയ്യും. അങ്ങനെ 2ാമത്തെ കോളം നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റും. നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. ഈ ഡേറ്റ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റ അപ്ഡേറ്റ് ആവുന്നത് കാണാം. സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് റിവേഴ്സ് ലുക്കപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, ചൂസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും കേർലി ബ്രാക്കറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അറേ ക്രിയേറ്റ് ചെയ്യാത്തുള്ളൂ. അപ്പോൾ ഇവിടെ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് 1 എന്നുള്ളതിൽ 2 അറേ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. താങ്ക് യു.